प्रियछात्राः, संस्कृतकक्ष्यायां स्वागतम्। अद्य अस्माकं सप्तमः पाठः सम्बन्धमाभाषणपूर्वकम् इति पाठभागस्य सप्तमः श्लोकः पठामः। पूर्वभागं शृण्वन्तु. ദിലീപനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു നന്ദിനി. ആ ഗുഹയിൽ ഒരു സിംഹത്തെ കണ്ട ദിലീപൻ അതിനെ കൊല്ലുന്നതിനായി ശരമുയർത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആ സിംഹത്തിനാൽ ദിലീപനോട് മനുഷ്യവാക്കുകളാൽ ഇപ്രകാരം പറയുന്നു: കേവലമായ ഒരു പശുവിന് വേണ്ടി നീ നിന്റെ ശരീരത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഭൂമിയിലെ സ്വർഗമായി കരുതപ്പെടുന്ന നിന്റെ രാജ്യം അനാഥമാകുകയും കേവലം ഈ ഒരു പശു മാത്രം സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇത് കേട്ട നന്ദിനി വളരെ ദയനീയ ഭാവത്തോടെ ദിലീപനെ നോക്കുന്നു. അപ്പോൾ ദിലീപൻ പറയുന്നു: ആപത്തിൽ നിന്ന് സംരക്ഷിക്കുകയാണ് ക്ഷത്രിയ ധർമ്മം. അങ്ങനെ ചെയ്യാത്ത ഈ ശരീരം കൊണ്ട് എന്താണ് പ്രയോജനം? ശ്ലോകം ശൃണ്വന്തു. ഭവാനപീതം പരവാനവൈതി മഹാൻ ഹി യത്നസ്തവ ദേവദാരൗ സ്ഥാതും നിയോക്തുർന ഹി ശക്യമഗ്രേ വിനാശ്യ രക്ഷ്യം സ്വയമക്ഷതേന. പദച്ഛേദഃ. ഭവാൻ അപി ഇദം പരവാൻ അവൈതി മഹാൻ ഹി യത്നഃ തവ ദേവദാരോ സ്ഥാതും നിയോക്തുഃ ന ഹി ശക്യം അഗ്രേ വിനാശ്യ രക്ഷ്യം സ്വയം അക്ഷതേന. ഏകവാരമപി പഠാമി. ഭവാൻ അപി ഇദം. ഭവാൻ പ്ലസ് അപി പ്ലസ് ഇദം. പരവാൻ അവൈതി. പരവാൻ അധികം അവൈതി. മഹാൻ ഹി യത്നഃ തവ. യത്നഃ അധികം തവയാണ്. യത്നസ്തവ. ദേവദാരോ സ്ഥാതും നിയോക്തുഃ ന. നിയോക്തുഃ അധികം ന. നിയോക്തുർന. ഹി ശക്യം അധികം അഗ്രേ. ശക്യമഗ്രേ. വിനാശ്യ രക്ഷ്യം സ്വയം അക്ഷതേന. അന്വയാർത്ഥഃ. പരവാൻ പരാധീനഃ സ്വാമിനഃ അധീനഃ. ഒരു സ്വാമിയുടെ അധീനതയിൽ നിയന്ത്രണത്തിൽ ഉള്ള. ഭവാനപി ത്വമപി അങ്ങും. ഇതം ഏതത് ഇതിനെ. അവൈതി ജാനാതി അറിയുന്നു. ഹി യതഃ എന്തുകൊണ്ടെന്നാൽ. തവ ഭവതഃ അങ്ങയുടെ. ദേവദാരു ദേവദാരു വിഷയേ അപി തത് രക്ഷണ വിഷയ ആ ദേവദാരു വൃക്ഷത്തെ രക്ഷിക്കുന്ന വിഷയത്തിലും. ദേവദാരു വൃക്ഷത്തെ സംരക്ഷിക്കാനാണ് സിംഹത്തെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ദേവദാരു വൃക്ഷത്തില് ആനകൾ വന്ന് ആനകളുടെ ദേഹം ചൊറിയുമ്പോൾ അത് ഈ വൃക്ഷത്തിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഉരസുമ്പോൾ ദേവദാരു വൃക്ഷത്തിന്റെ തോല് ചതഞ്ഞ് മാറിപ്പോകുന്നു, ഉരഞ്ഞ് മാറിപ്പോകുന്നു. അത് കണ്ടിട്ട് പാർവതീദേവിക്ക് വളരെയധികം വിഷമമായി. അതുകൊണ്ടാണ് ഈ സിംഹത്തിനെ ഇവിടെ ദേവദാരു വൃക്ഷത്തെ സംരക്ഷിക്കാനായിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നതെന്നാണ് ആദ്യമേ തന്നെ ഈ ദിലീപനോട് സിംഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളതായ ദേവദാരു വൃക്ഷത്തിന്റെ സംരക്ഷണ വിഷയത്തില് മഹാൻ അതിശേഹ അങ്ങേയറ്റം യത്നഃ പ്രയത്നമുണ്ട്. രക്ഷ്യം രക്ഷിതും യോഗ്യ രക്ഷിക്കപ്പെടേണ്ട ഒന്നിനെ, രക്ഷിക്കാൻ യോഗ്യമായിട്ടുള്ളതിനെ, വിനാശ്യ നാശയിത്വ നശിപ്പിച്ചിട്ട്, സ്വയം ആത്മന സ്വന്തമായിട്ട്, അക്ഷതേന അനാഹതേന ക്ഷതങ്ങളൊന്നും സംഭവിക്കാതെ, യാതൊരു പരിക്കുകളും സംഭവിക്കാതെ, നിയോക്തുഹോ നിയന്തുഹോ നിയോഗിച്ച ആളുടെ അഗ്രേ പുരതഃ മുന്നിൽ, സ്ഥാതും ന ശക്യം സ്ഥിതിം കർത്തും അസാധ്യം നിൽക്കുന്നത് അസാധ്യമാണ്, നിൽക്കാൻ കഴിയുകയില്ല. ഹി അങ്ങനെ തന്നെയാണ്. ഏകവാരമപി വദാമി. പരവാൻ പരാധീനഃ സ്വാമിനഃ അധീനഃ ഒരു സ്വാമിയുടെ നിയന്ത്രണത്തിലുള്ളതായ. ഭവാനവി ത്വമപി അങ്ങും. ഇതം ഏതത് അവൈതി ജാനാതി അറിയുന്നു. ഹി യതഃ എന്തുകൊണ്ടെന്നാൽ. തവ ഭവതഃ അങ്ങയുടെ. ദേവദാരു വൃക്ഷവിഷയെ ഈ ദേവദാരു വൃക്ഷത്തെ സംരക്ഷിക്കുന്ന വിഷയത്തിലെ. മഹാൻ അതിശേഹ അങ്ങേയറ്റം യത്നഃ പ്രയത്നമുണ്ട്. രക്ഷിതും യോഗ്യ രക്ഷിക്കുവാൻ യോഗ്യമായിട്ടുള്ളതിനെ. വിനാശ്യ നാശയിത്വ നശിപ്പിച്ചിട്ട്. സ്വയം ആത്മന സ്വയം
സ്വന്തമായിട്ട് അക്ഷതേന അനാഹതേന ക്ഷതങ്ങളൊന്നും സംഭവിക്കാതെ നിയോക്തുഹു നിയന്തുഹു നിയോഗിച്ചിട്ടുള്ള ആളുടെ മുൻപിൽ അഗ്രേ നിയോഗിച്ചിട്ടുള്ള ആളുടെ അഗ്രേ പുരതഃ മുന്നിൽ സ്ഥാതും ന ശക്യം സ്ഥിതിം കർത്തും അശക്യം അസാധ്യം നിൽക്കുന്നതിന് കഴിയുകയില്ല. ഹി ഏവ അങ്ങനെ തന്നെ ആണ്. സ്വാമിനഃ അധീനഃ ഭവാനപി കർത്തവ്യമഹത്വം ജാനാതി യതഃ ഭവതഃ പുരോവർത്തിനഃ ദേവദാരോः രക്ഷണേ അത്യന്തം പ്രയാസഃ അസ്തി. പാലനീയം വസ്തു നാശയിത്വാ സ്വയമക്ഷതഃ സൻ നിയോക്തുഃ പുരതഃ സ്ഥാതും ന കേനാപി ശക്യതേ. സ്വാമിനഃ അധീനഃ സ്വാമിയുടെ നിയന്ത്രണത്തിലുള്ളതായ ഭവാനപി അങ്ങും കർത്തവ്യമഹത്വം ജാനാതി കർത്തവ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജാനാതി അറിയുന്നു. യതഃ എന്തുകൊണ്ടെന്നാൽ ഭവതഃ പുരോവർത്തിനഃ ഭവതഃ അങ്ങയുടെ പുരോവർത്തിനഃ മുന്നിലുള്ളതായ ദേവദാരോഹോ രക്ഷണേ ദേവദാരുവിന്റെ സംരക്ഷണത്തിലെ അത്യന്തം പ്രയാസഃ അസ്തി അങ്ങേയറ്റം പ്രയാസം തന്നെ ഉണ്ട്. പാലനീയം വസ്തു നാശയിത്വ പാലനീയം സംരക്ഷിക്കപ്പെടേണ്ട വസ്തുവിനെ നാശയിത്വ നശിപ്പിച്ചിട്ട് സ്വയം അക്ഷതഃ സ്വയമായി യാതൊരു പരുക്കും കൂടാതെ സൻ അതിനോട് കൂടിയിട്ട് യാതൊരു പഴുക്കിനോടും കൂടാതെ നിയോക്തുഹു പുരതഃ നിയോഗിച്ചവന്റെ മുന്നിൽ സ്ഥാതും നിൽക്കുന്നതിന് ന കേനാപി ശക്യതേ ഒരുത്തനും കഴിയുകയില്ല. മലയാള ആശയം. സ്വാമിക്ക് അധീനനായി കഴിയുന്ന താങ്കൾക്കും കർത്തവ്യ മഹത്വത്തെക്കുറിച്ച് അറിയാവുന്നതാണ്. ഈ കാണുന്ന ദേവദാരു വൃക്ഷത്തെ സംരക്ഷിക്കുവാൻ അങ്ങും വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ട്. രക്ഷിക്കുവാൻ ഏൽപ്പിച്ച വസ്തുവിനെ നശിപ്പിച്ചിട്ട് സ്വയം രക്ഷിക്കപ്പെട്ട് അത് നിർവഹിക്കാൻ ഏൽപ്പിച്ചവന്റെ മുന്നിൽ നിൽക്കാൻ ആർക്കാണ് സാധിക്കുക? സംബന്ധമാഭാഷണപൂർവമാഹുർ വൃത്തഃ സനൗ സംഗതയോർവനാന്തേ തദ്ഭൂതനാഥാനുഗ നാർഹസി ത്വം സംബന്ധിനോ മേ പ്രണയം വിഹന്തും. പദച്ഛേദഃ. സംബന്ധമാഭാഷണപൂർവം ആഹുഹു വൃത്തഃ. സംബന്ധമാഭാഷണപൂർവം ആഹുർ വൃത്തഃ എന്നുള്ളത് പദച്ഛേദം. സംബന്ധമാഭാഷണപൂർവം അധികം ആഹുഹു അധികം വൃത്തഃ സഹ നൗ സംഗതയോഹോ വനാന്തേ. സംഗതയോർ വനാന്തേ എങ്ങനെയാണ്? സംഗതയോഹോ വനാന്തേ തത് ഭൂതനാഥാനുഗ ന അർഹസി. നാർഹസി എങ്ങനെ വരും? ന അർഹസി ത്വം സംബന്ധിനഃ മേ പ്രണയം വിഹന്തും. അന്വയഃ. സംബന്ധം ആഭാഷണപൂർവം ആഹുഹു സഹ വനാന്തേ സംഗതയോഹോ നൗ വൃത്തഃ തത് ഭൂതനാഥാനുഗ ത്വം സംബന്ധിനഃ മേ പ്രണയം വിഹന്തും ന അർഹസി. അന്വയാർത്ഥ. സംബന്ധം സഖ്യം ബന്ധം ആഭാഷണപൂർവം സംലാപപൂർവം സംഭാഷണത്തിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് ആഹുഹു ബ്രുവന്തി പറയുന്നു. സഹ സംബന്ധഃ ആ ബന്ധം ആ സഖ്യം വനാന്തേ അരണ്യമധ്യേ കാനനമധ്യത്തിലെ സംഗതയോഹോ മിളിതയോഹോ ഒരുമിച്ച് ചേർന്നതായ നൗ ആവയോഹോ നമ്മൾക്ക് രണ്ടുപേർക്കും വൃത്തഃ സംഭൂതഃ സംഭവിച്ചിരിക്കുന്നു. തത് തസ്മാത് ഹേതോഹോ ആ കാരണം കൊണ്ട് ഭൂതനാഥാനുക ശിവാനുചര ത്വം ത്വം മൃഗേന്ദ്ര അല്ലയോ മൃഗേന്ദ്ര മൃഗശ്രേഷ്ഠ സംബന്ധിനഃ സഖ്യരൂപ സംബന്ധയുക്ത സംബന്ധം കൊണ്ടുണ്ടായതായ ഈ സഖ്യത്തില് മേ എൻ്റെ മമ എൻ്റെ പ്രണയം സഖ്യം സ്നേഹത്തെ വിഹന്തും നാശയിതും നശിപ്പിക്കുവാൻ ന അർഹസി സാധിക്കുകയില്ല. ഏകവാരമപി വദാമി. സംബന്ധം സഖ്യം ബന്ധം ആഭാഷണപൂർവം സംലാപപൂർവം സംഭാഷണത്തിൽ നിന്നും ഉണ്ടാകുന്നുവെന്ന് ആഹുഹു ബ്രുവന്തി പറയുന്നു. സഹാ സംബന്ധ അങ്ങനെയുള്ളതായ ആ സംബന്ധം വനാന്തേ അരണ്യമധ്യേ ഈ കാനന മധ്യത്തില് സംഗതയോഹോ മിളിതയോഹോ ഒരുമിച്ച് ചേർന്ന നൗ ആവയോഹോ നമ്മൾക്ക് രണ്ടുപേർക്കും വൃത്തഃ സംഭൂതഃ സംഭവിച്ചിരിക്കുന്നു. തത് തസ്മാത് ഹേതോഹോ ആ കാരണം കൊണ്ട് ഭൂതനാഥാനുക ശിവാനുചര
ത്വം മൃഗേന്ദ്ര, ശിവാനുചരനായ മൃഗേന്ദ്ര, സംബന്ധിന സഖ്യരൂപ സംബന്ധയുക്ത, സംബന്ധം കൊണ്ടുണ്ടായതായ ഈ സഖ്യത്തില് മേ മമ എൻ്റെ പ്രണയം സഖ്യം സ്നേഹത്തെ വിഹന്തും നാശയിതും നശിപ്പിക്കുന്നതിന് ന അർഹസി നിനക്ക് സാധിക്കുകയില്ല, ന ശക്യതേ കഴിയുകയില്ല. ആശയ പരസ്പര ഭാഷണേന സംബന്ധ ഭവതീതി വിജ്ഞാഃ വദന്തി. സഹ സംബന്ധഃ വനാന്തേ ആവയോഃ ജാതഃ. തസ്മാത് ഹേ ഭൂതനാഥാനുചര ബന്ധോഃ മമ സ്നേഹം തെക്തും ന യോഗ്യോസി. പരസ്പരഭാഷണേന സംബന്ധഃ ഭവതി ഇതി വിജ്ഞാഃ വദന്തി. പരസ്പര ഭാഷണേന, പരസ്പരമുള്ള സംഭാഷണം കൊണ്ടാണ് സംബന്ധഃ ഒരു ബന്ധമുണ്ടാകുന്നത് എന്ന്, ഭവതി ഉണ്ടാകുന്നത് എന്ന് വിജ്ഞാഃ വദന്തി അറിവുള്ളവർ പറയുന്നു. സഹ സംബന്ധഃ ആ സംബന്ധം വനാന്തേ ആവയോഃ ജാതഃ ഈ വനത്തിനുള്ളിൽ വെച്ച് നമ്മൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരിക്കുന്നു. തസ്മാത് അതുകൊണ്ട് ഹേ അല്ലയോ ഭൂതനാഥാനുചര അല്ലയോ ഭൂതനാഥാനുചര ബന്ധോഹോ മമ സ്നേഹം ബന്ധുവായ എൻ്റെ സ്നേഹത്തെ തെക്തും ന യോഗ്യോസി ഉപേക്ഷിക്കുന്നതിന് അങ്ങ് യോഗ്യനല്ല. പരസ്പരമുള്ള സംഭാഷണത്തിൽ നിന്നാണ് ബന്ധങ്ങൾ ഉണ്ടാകുന്നതെന്ന് അറിവുള്ളവർ പറയുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധം ഈ കാടിനുള്ളിൽ വെച്ച് നമ്മൾ രണ്ടുപേർക്കിടയിൽ ഉണ്ടായി. അതുകൊണ്ട് അല്ലയോ ശിവാനുചര ബന്ധുവായ എൻ്റെ സ്നേഹം ത്യജിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല.